ഇപ്പോൾ ഞാനിവിടെ പോർട്ടീൻ്റെ പൗഡർ വെച്ചിട്ട് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് പോണത്. അതിലേക്ക് വേണ്ട മാവ് ഞാൻ കാണിച്ചു തരാം. ഇത് ആട്ടമാവാണ്. ഇത് ഞാൻ 2.5 ഗ്ലാസ്സാണ് എടുക്കുന്നത്. സോറി, ഈ കപ്പിന് 2.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 1/2 കപ്പാണ് പോർട്ടീൻ പൗഡർ വേണ്ടത്. ഇതാണ് പോർട്ടീൻ്റെ മിക്സ്. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് 1/2 കപ്പ്, അതിലേക്ക് 1/2 കപ്പ് എടുത്താൽ നമ്മളത് റെഡിയാവും. ഇതിപ്പോൾ ഇതിനൊരു 3/4 കപ്പ് എടുക്കുമ്പോൾ നമ്മൾ 1/2 കപ്പ് കറക്റ്റായിരിക്കും. അപ്പോൾ ഈ പോർട്ടീൻ പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് കൊടുക്കും. അപ്പോൾ അതിൽ പോയി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതിന് പൈസക്ക് കുറവുണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലവണ്ണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുറേശ്ശെ എണ്ണ തടവിയിട്ട്, ഞാൻ വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്യാറ്, കുറേശ്ശെ എണ്ണ തടവിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത പോർട്ടീൻ പൗഡറിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയാൽ മതി. ഇതിനുള്ള എല്ലാ ഗുണങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇതൊന്ന് ഞാൻ പരത്തിയെടുക്കാൻ പോവാണ്. കുറേശ്ശെ എണ്ണ തടവിയിട്ടാണ് ഞാനിത് പരത്തിയെടുക്കാൻ പോണത്. ഇത് കുട്ടികൾക്കൊക്കെ ആരോഗ്യത്തിന്, കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്. അതേപോലെ പാല്, മുട്ട, ചിക്കന് ഇതൊക്കെ കഴിക്കാത്തവർക്ക് അതിൽ നിന്നുള്ള പ്രോട്ടീനും ഇതെല്ലാം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാ തരം പ്രായക്കാർക്കും ഇത് വളരെ ഗുണമാണ്. അതേമാതിരി ഒന്നും കൂടി എണ്ണ തടവി കൊടുക്കണതിൽ നമ്മളെ കൈമലി എണ്ണ ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഈ സൈഡിലേക്ക് തടവുമ്പോൾ. ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉണ്ടല്ലോ, അതും കൂടി പരത്തിയെടുത്തിട്ട് വരാം. ഒരേ കട്ടിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്നും ചുട്ടെടുക്കട്ടെ. കുറേശ്ശെ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ 2 മടക്ക് ചപ്പാത്തി ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നെയ്യൊക്കെ പരത്തിയിട്ട് ചുട്ടെടുക്കട്ടോ. ഇല്ല, എണ്ണയൊന്നും പാടില്ലാത്തവർക്കാണ് കൊടുക്കാനുള്ളത് എന്നുണ്ടെച്ചെങ്കിൽ ഇത് എണ്ണ തേക്കാതെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.